Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് കഴിഞ്ഞു, ഒരു ഇവൻറ്റ്ഫുൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് വേണം പറയാം. അല്ലെ, ഒത്തിരി നാൾക്ക് ശേഷം നമുക്കൊരു സർപ്രൈസ് എന്ന് പറയാം. പക്ഷെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതാണ് ടൈറ്റിൽ ചേഞ്ച് കാണാൻ പറ്റി WWE യൂണിവേഴ്സിൽ. ഒത്തിരി പേര് സർപ്രൈസ് ആയിപ്പോയി. അതെ 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 ഒത്തിരി നാളുകൂടെ ഒരു നല്ല മെയിൻ ഇവന്റ്, ഒരു നല്ല പേപ്പർ വ്യൂ എന്ന് പറയാൻ പറ്റും. റെസൽമേനിയയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന പേപ്പർ വ്യൂസ് ഒക്കെ ഒരു മോഡറേറ്റ് സെറ്റപ്പിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു നല്ലൊരു ബെറ്റർ ഒരു പേപ്പർ വ്യൂ തന്നെയായിരുന്നു. അതിൽ നമ്മൾ എല്ലാ രീതിയിലാണെങ്കിലും മാച്ചസ് എല്ലാം തന്നെ നല്ല നല്ല മാച്ചസ് തന്നെയായിരുന്നു ഓവറോൾ. അതെ, നമുക്ക് ടെക്നിക്കലി നമുക്ക് എലിഫന്റ് റൂം തന്നെ തൊട്ട് തുടങ്ങാം. മെയിൻ ഇവന്റ് തൊട്ട് തന്നെ തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. കാരണം അതാണ് ഹൈലൈറ്റ്. അതായിരുന്നല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു ഫീൽ ഗുഡ് മൂവ്മെന്റ് കിട്ടി. ഒരു ലോങ് ടൈം റെസ്ലിംഗ് ഫാൻസിനെ അറിയാം ആ ഒരു കഥയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊരു ഫീൽ ഗുഡ് മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, ഫൈനലി സാമി സെയിൻ ഈസ് WWE ചാമ്പ്യൻ. 25 വർഷത്തെ അവൻ്റെ കഷ്ടപ്പാട്, 10 വർഷത്തെ WWEയിലുള്ള സാമിയുടെ കരിയർ, അതിൽ അവൻ അവസാനം ഒരു WWE ചാമ്പ്യനെ, വേൾഡ് ചാമ്പ്യനാകാൻ പറ്റി. അത് തന്നെയായിരുന്നു അതിനകത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാമിയുടെ റെസൽമേനിയ എന്ന് പറയാം, സൗദിയിലെ ആ ഒരു ഷോ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലെ സൗദിയാണ് അവൻ്റെ ക്രൗഡ്. സൗദി ക്രൗഡിനെ അവന് മാച്ച് കഴിഞ്ഞ് ഇത് ചെയ്യാൻ പറ്റി. അവൻ അറബിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവ്മെന്റ് അവിടെ തീർക്കാൻ പറ്റി. അതെ അതെ നല്ലൊരു ഇത് തന്നെയായിരുന്നു മാച്ച്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല നൈസായിട്ട് അവർ ചെയ്തിരുന്നു മാച്ച്. അത് ഓവറോള് 3 പേരും ഒരു ലാഗ് അടുപ്പിക്കുകയോ ഒരു ഇതും ഇല്ല. എല്ലാം ബാക്ക് ആൻഡ് ഫോർത്ത് നല്ലൊരു രീതിയിൽ തന്നെ മാച്ചായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾക്കറിയാം എന്തൊക്കെയോ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ആ ഒരു റോൾ ചെയ്തിട്ട് പിൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നാൾ കൂടിയാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ചേഞ്ച് വരുന്നത് WWE ഇപ്പൊ. പണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന റെഗുലർ. അതെ അതെ ഒരു നല്ലൊരു കാര്യം തന്നെയായിരുന്നു. അതും കോടിയെ പിൻ ചെയ്യുന്ന ഞാൻ മനസാ വാച കർമ്മന ഞാൻ വിചാരിച്ചിരുന്ന കാര്യമില്ല. ശരിക്കും പറയാ ഞാൻ ഉദ്ദേശിച്ച ഗന്ധറിനെ ആയിരിക്കും. കാരണം ഗന്ധറിനെ ഒന്ന് സാമി പിൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത്. ഗന്ധറിനെ തന്നെ ആയിരിക്കും ഇപ്പം പിൻ ചെയ്ത് സംഭവവും ചാമ്പ്യൻ ആവുന്നതെന്ന്. പക്ഷെ അത് ഓവറോൾ അത് ഒരു നല്ല രീതിയിൽ തന്നെ ആ മാച്ച് ഇത് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഗുണം പറയുമ്പോൾ 2 കോടിക്കാണ് ഗന്ധർനാണ്. അതിനകത്തൊന്നും റാങ്കിങ്ങിൽ പോകാനില്ല, അല്ലെങ്കിൽ അവർക്ക് ഷെയർ ഇടിയുന്നില്ല. നമ്മൾ പെട്ടെന്നൊരു റോളപ്പ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ക്വിക്ക് പിന്നിൽ സാമി ജയിച്ചു എന്നുള്ള രീതിയിൽ, സാമി ഔട്ട് സ്മാർട്ട് ചെയ്തെന്നുള്ള രീതിയിലാണ് കഥ. അപ്പം അത് നല്ലൊരു കാര്യം. അപ്പോൾ അത്ര ഇൻറ്റൻസിറ്റി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കാണല്ലോ പെട്ടെന്നൊരു ഇത് പറ്റുക, അങ്ങനെ സംഭവിച്ചാന്നുള്ള രീതിയിൽ അങ്ങ് പോകും. അത് നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ ഒരു ടൈറ്റിൽ റൺ എങ്ങനെ പോകും എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നില്ല ലോങ് ടൈറ്റിൽ റൺ ആകുമെന്നൊന്നും. പക്ഷേ അവന് കിട്ടുന്ന അവസരം അവനത് മുതലാകട്ടെ. നല്ലൊരു എന്ന് വെച്ചാൽ ഒരു മെമ്മറബിൾ ഒരു പീരീഡ് ആയി തീരട്ടെ. അത് മാത്രമാണ് അതെ, നമ്മളങ്ങനെ ഹോപ്പ് ചെയ്യുന്നു. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാച്ച് നമുക്ക് ഓബ ഫിമിങ് ജെയ്യൂസോയുടെ മാച്ചിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് നമുക്കത് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. കാരണം ഓബ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആയിരുന്നു 2026 കിങ് ഓഫ് ദി റിംഗ് ഓബ ഫെമി. അതെ, അപ്പം നമ്മുടെ ആഗ്രഹം അതായിരുന്നു. ഇനിയിപ്പം ജെയ്യൂസെ കിങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം റോക്കിന്റെ ഒരു എലമെന്റ് എപ്പോഴും കിടപ്പണം. റോക്കിന് എങ്ങാനും വന്ന് അലം ബാക്കുവോ ഇനി എന്നിട്ട് ജെയ്യൂസെ കിങ് ഓഫ് ദി റിംഗ് എടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു, കാരണം അത് ഹെവിലി ഇതായിരുന്നു, റൂമേഡ് ആയിരുന്നു. അപ്പം ആൾക്കാരെ ഒന്ന് സെർവ് ചെയ്യിക്കാനും കൂടെ ആയിരിക്കും അങ്ങനെ ഒരു സെറ്റപ്പിൽ അവർ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയത്, ഒരു സ്റ്റോറി ലൈനിലോട്ട് പോയത്. അപ്പം നമ്മൾ വിശ്വസിക്കും ഓക്കെ ജെയ്യൂസോ തന്നെ ജയിക്കും, ബ്രോക്ക് വരും എന്നുള്ള രീതിയിൽ. അത് കൊള്ളായിരുന്നു. അത് നല്ലൊരു സ്വഭാവമായിരുന്നു. ആൾക്കാർക്ക് അതുകൊണ്ടൊരു ഓബ ഫെമിയുടെ ഓബ ഫെമി ജയിച്ചു എന്നുള്ള ഒരു എലമെന്റ് നമുക്ക് അതും ഒരു ഫീൽ ഗുഡ് മൂവ്മെന്റ് തന്നെയാണ്. കാരണം അത് ഇവഞ്ച്വലി അത് നടക്കണം. ഹീസ് യങ്, ഹീസ് ദ നെക്സ്റ്റ് ബിഗ് തിങ്. അപ്പോൾ ഇതുപോലൊരു കൊറോണേഷൻ അവന് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പം ഇനിയും ഓബ ആക്ച്വലി ഒന്നെങ്കിൽ WWE ചാമ്പ്യനെയോ അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യനെയോ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും സമ്മർ സ്ലാമില്. അപ്പം നമുക്ക് ബ്രോക്കിന്റെ സ്ഥലത്താണ് പരിപാടി. അപ്പം ബ്രോക്കിന്റെ ഇൻവോൾവ്മെന്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതെങ്ങനെയായിരിക്കും എന്നുള്ളതും നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പം ബ്രോക്കിന്റെ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ബ്രോക്ക് എങ്ങനെയാണെങ്കിലും സംഭവം ഇപ്പം ഈവൻ മാച്ചിലില്ലെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ആയിട്ടോ സംഭവം ബ്രോക്ക് ഒബിയസ്ലി കാണും. അപ്പം പല റൂമേഴ്സ് ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ, ഇനി എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ, സാമി തന്നെ ചാമ്പ്യൻഷിപ്പ് അത്രയും ഡേയ്സ് കീപ്പ് ചെയ്ത് സാമി സമ്മർ സ്ലാമിൽ ഓബയായിട്ട് മാച്ചിൽ ഓബ സംഭവം അല്ല ഓബയെ ഒരു മാച്ചിനിടയിൽ ബ്രോക്ക് വന്ന് 2 പേരെയും
എഫ് ഐ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് സാമി റിട്ടൈൻ ചെയ്യുമെന്നുള്ളത്. അതാണ് നല്ലൊരു സെറ്റപ്പാണ്, മാച്ചപ്പാണ്. കാരണം ഓബയ്ക്ക് ഇപ്പോൾ ഉടനെ ചാമ്പ്യൻ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേൾഡ് ചാമ്പ്യൻ ആണോ നിർബന്ധമൊന്നുമില്ല. ഓബയുടെ ആ ഒരു മാർക്യൂ ഫ്യൂഡാണ് മെയിൻ. ഓബ ഇപ്പോൾ കിങ് ഓഫ് ദ റിംഗ് ആയി, വി ഓൾ നോ ഓബ വിൽ ബി എ ചാമ്പ്യൻ ഇവഞ്ച്വലി. അപ്പം ആ ഫ്യൂഡ് ബ്രോക്കിനെ റിട്ടയർ ചെയ്യാന്നുള്ള ഫ്യൂഡിലോട്ട് കിടക്കുക എന്നുള്ള മെയിൻ. അതിപ്പം ടൈറ്റിൽ ഇല്ലേ അതിനകത്തൊരു കുഴപ്പമില്ല. ബ്രോക്ക് ലെസ്നറിനെ പോലെ ഒരു ഒപ്പോണന്റ് എതിര് നിൽക്കുമ്പം അതിനകത്ത് ടൈറ്റിൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നൈസായിരിക്കും. പിന്നെ ചില റൂമറുണ്ട് ഇതിപ്പോൾ ചില സമയത്ത് ഇനിയിപ്പം അത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല, അത് ഹൈലി അൺലൈക്ലി ആയിരിക്കാം. നൈറ്റ് ഓഫ് മറ്റേ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ബ്രോക്ക് വരും, സാമിയെ തോപ്പിക്കും, കോഫി കിങ്സിനെ തോപ്പിച്ച പോലെ വന്ന് തോപ്പിച്ചു പിന്നെ ബ്രോക്കിനെ ഓവർ ചാലഞ്ച് ചെയ്യും. അത് ഡസന്റ് മേക്ക് എനി സെൻസ്. അതൊന്നും ചെയ്യത്തില്ലായിരിക്കും, ആ റൂമറായിരിക്കാം. അതെ തീർച്ചയായിട്ടും. നമുക്കത് റൂമർ ഒന്നും പറയാൻ മേല. പല കാര്യങ്ങളും ഇപ്പൊ കെവിൻ ഓവൻസിനെ നമ്മള് ഇതിനു വേണ്ടി ആയ പോലെ ആയിപ്പോയി അല്ലെ. കെവിൻ ഓവൻസിനെ ചാമ്പ്യൻഷിപ്പ് എടുത്ത പോലെ ഒക്കെ ആയിപ്പോകും. അത്രയും നാൾ അത്രയും ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന ഒരാളുടെ നിന്നും എടുക്കുന്ന പോലെ. എനിവേ സാമിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്, ട്രാൻസിഷണൽ ചാമ്പ്യൻ എന്നുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ നമ്മൾ സാമിയെ ഒരിക്കലും എക്സ്പെക്ടും ചെയ്യുന്നില്ല ഒരു ലോങ് സ്ട്രെയിൻ ആയിരിക്കും എന്നുള്ളത്. ഇപ്പം എല്ലാവരുടെയും ചാമ്പ്യൻഷിപ്പ് എടുത്ത് വേറെ ആൾക്ക് കൊടുക്കുന്ന ഒരു WWE സൂപ്പർ സ്റ്റാർ എന്ന് പറയാം ഇപ്പൊ നിലവിൽ സാമിയുടെ ക്രെഡിറ്റ്. പക്ഷെ നമ്മളെല്ലാവരും ഹാപ്പിയാണ് സാമി ചാമ്പ്യൻ ആയത്. ഫൈനലിൽ WWE ചാമ്പ്യൻ ആയതിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എന്നുവെച്ചാൽ ചാമ്പ്യനാണ് സാമി. അവൻ്റെ കഷ്ടപ്പാട്, ഹീസ് എ ഗ്രേറ്റ് വർക്കർ. ആരോടും എല്ലാം നല്ല സേഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. ഏത് മാച്ചിനും ഒരു ലോക്കർ റൂമിലാണെങ്കിലും ബാക്ക് സ്റ്റേജിലാണെങ്കിലും അവൻ്റെ ലീഡറാണ്. എല്ലാവരെയും ഹെൽപ്പ് ഔട്ട് ചെയ്യാനൊക്കെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആൾക്ക് ആ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പദവി കൊടുക്കുന്നതിന് ഒരു തെറ്റില്ല. അതുകൊണ്ട് ഹി ഡിസേർവ്സ് ഇറ്റ്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അടുത്ത കിങ് ഓഫ് ദി റിംഗ് കഴിയുമ്പോഴത്തേക്കും കിങ് ഓഫ് ദി റിംഗ് ആയിരുന്നു സെക്കൻഡ് മാച്ച് നൈറ്റ് ഓഫ് ചാമ്പ്യൻഷിൽ, ഇയോ സ്കൈ വേഴ്സസ് ലിവ് മോർഗൻ. അത് നമ്മളൊരു എങ്ങനെ നമുക്കൊരു 50-50 ചാൻസ് ആയിരുന്നു നമുക്ക് ആ ഒരു മാച്ചിന്. കാരണം ലിവ് ഓൾറെഡി ചാമ്പ്യൻ ആണ്. പക്ഷെ ലിവിന്റെ ആ ഒരു മാർക്കറ്റ് നമുക്കറിയാം. ലിവ് ഇപ്പോൾ നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ ലിവിനെ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റില്ല. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയാൻ പറ്റും അല്ലെ. ഡാനി ഹുസൈന്റെ ഒരു ചെറിയ ഒരു പ്രൊമോ അല്ല, ജസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു ആദ്യം വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് ലിവ് വന്നത്. അപ്പം ഡാനി ഹുസൈൻ ഒരു കേഴ്സ് അടിച്ചു. ആ ഒരു രീതിയിൽ തന്നെ മൂൺസോൾട്ട് അടിച്ച് ഇയോ സ്കൈ ജയിക്കുകയാണ് ചെയ്തത്. ഇയോ സ്കൈ ക്വീൻ ഓഫ് ദി റിംഗ് ആയി. പക്ഷെ അതൊരു നല്ല എക്സിക്യൂട്ടഡ് മാച്ചും ആയിരുന്നു, എക്സിക്യൂട്ടഡ് സ്റ്റോറി ആയിരുന്നു. ഇപ്പൊ അവര് ആ സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അവര് ജഡ്ജ്മെന്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അത് നല്ല കാര്യം. കാരണം ലിവ് മോർഗന്റെയും ഷെയർ ഇടിയത്തില്ല. ഓക്കെ, ഇവന്റെ കേസ് കൊണ്ടാണ് ലിവ് മോർഗൻ തോറ്റെന്നുള്ളത്. ഇപ്പൊ അത് നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കഥകളൊക്കെ ഇനി കാണാൻ പറ്റും ലീഡിംഗ് അപ് ടു സമസ്ലാം. മേ ബി ലിവ് മോർഗനെ ഓഫ് കോഴ്സ് ഇയോ പറഞ്ഞിട്ടുണ്ട് ലിവ് മോർഗനെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല എന്റർടൈൻമെന്റ് ഉള്ള ഒരു ഭാഗമാണ്. ഈ എന്റർടൈൻമെന്റ് വേണം. എല്ലാം ഒരുമാതിരി സ്റ്റിഫ് അല്ലെങ്കിൽ ഭയങ്കര പക പോക്കുന്ന റൈവലറി വേണമെന്നില്ല. ചിലത് ഇങ്ങനെ ഇച്ചിരി എന്റർടൈനിങ് ആയാലും നൈസാണ് ചില സമയത്ത്. പിന്നെ ഒരു ഫോക്കസ് മാറട്ടെ. ഇപ്പൊ ലിവ് മോർഗന് ഇച്ചിരി ഒരു ഇപ്പൊ എന്നാണെങ്കിലും പുള്ളിക്കാരിയുടെ ടൈറ്റിൽ റെയിൻ നല്ല മൊമെന്റം ഉണ്ട്. പക്ഷെ ടൈറ്റിൽ റെയിൻ ഭയങ്കര അലമ്പായിപ്പോയി. കാരണം ഇതുവരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ലൈവ് ഇവന്റിൽ കണ്ട ലിവ് മോർഗൻ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഇതുവരെ ഡിഫെൻഡ് ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ കയറുമ്പം അതുകൊണ്ട് നൈസാ അങ്ങനെ പോകുന്നത്. അതെ തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അടുത്ത മാച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടുത്തത് ഞാൻ ഹൈലി ആന്റിസിപ്പേറ്റഡ്, ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്ത ഒരു മാച്ചാണ് സെത്തും ബ്രൗണുമായിട്ടുള്ള മാച്ച്. സംഗതി പ്രതീക്ഷിച്ച ആ ഒരു എക്സ്പെക്ടേഷൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയില്ല. പക്ഷെ സംഗതി കൊള്ളായിരുന്നു. സെത്ത് ഓൾറെഡി ഒരു വെറ്ററൻ ആണ്. ബ്രോൺ അറിയാം, നമുക്കൊരു ഫ്രീക്ക് അത്ലീറ്റ് ആണ്. അപ്പം രണ്ടുപേരുടെയും സ്റ്റൈൽ തന്നെ ഒരു ഡിഫറെന്റ് ആണ്. പക്ഷെ സംഗതി കുഴപ്പമില്ലാത്തൊരു മാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. ഒരു ഗ്രേറ്റ് മാച്ച് ഒന്നും പറയില്ല. ഒരു ഓക്കെ മാച്ച്. അതിനകത്ത് ഇവഞ്ച്വലി സെത്തിന് ബ്രോൺ ബ്രേക്കിനെ തോപ്പിക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഈ ഫ്യൂഡ് അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ എന്നാണ് ഇതിൻ്റെ അകത്ത് ഫോളോ ഔട്ട് എന്നാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം എങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. കാരണം റൂമറുണ്ട് റോമൻ വേഴ്സസ് സെത്താണ് ഒരു സൈഡിൽ ടൈറ്റിൽ പിക്ചറിലെന്ന് പറയുന്നു. ഒരു പക്ഷെ അതായിരിക്കാം. എന്നാണെങ്കിലും അവർ പറയും, മൈക്കിൾ കോൾ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പം വിഷനുമായിട്ടുള്ള സെത്തിന്റെ ആ ഒരു കഴിഞ്ഞു 2-3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നു. അപ്പൊ ആ ഒരു സ്റ്റോറി എൻഡ് ആയി. ഇനി അത് വലിച്ചു നീട്ടാതെ അത് അങ്ങനെ തന്നെ എൻഡ് ആക്കിയാൽ മതി.
ആയിരുന്നു. കാരണം അതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അല്ലേ അതന്നെ അതന്നെ. at this point. ഇപ്പം ഇനിയിപ്പോൾ അതിനകത്തൊന്നും ചെയ്യാനില്ല. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പം വിഷൻ ഇപ്പം അതിനാണ് എല്ലാം ഓൺ ദ ഷെൽഫാണ്. അപ്പം ഇനിയിപ്പം അതെ. ഓസ്റ്റിൻ തിയറിയും ബ്രോൺ ബ്രേക്കർ അവരുടെ കാര്യമായിട്ട് പൊട്ടെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. തീർച്ചയായിട്ടും. പിന്നെ ടിഫനി സ്ട്രാറ്റും ജെയ്ഡ് ക്ലാർക്കിന്റെ മാച്ച് നമ്മൾ കുഴപ്പമില്ലാത്തൊരു മാച്ച് തന്നെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് തന്നെയായിരുന്നു. അതിൽ ഷാർലറ്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഷാർലറ്റ് ചാമ്പ്യൻഷിപ്പ് വെച്ച് ജെയിനെ ഹിറ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ബ്രിട്ടീഷ് മൂൺ സോൾട്ട് അടിച്ച് ടിഫനി പിൻ ചെയ്യുകയാണ് ജെയ്ഡിനെ. അതായത് ടിഫനി ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്തു. അത് കുഴപ്പമില്ലാത്തൊരു മാച്ച് എന്ന് അതുപോലെ തന്നെ പറയാം. പക്ഷെ അതിൽ അധികം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു മാച്ച്. അതെ അത് ശരിയാണ്. നമ്മളിപ്പം ഒത്തിരി അതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു. കാരണം ഇതിനകത്ത് സ്റ്റോറി വൈസ് ടിഫനി ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ മെയിൻ ഫോക്കസ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അവര് ഷാർലറ്റിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതിലോട്ടാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. ഈ ഫ്യൂഡ് ആയിരുന്നാലും സ്മാക്ക് ഡൗണിലും എല്ലാവരും. അപ്പം ഒരുപക്ഷെ നമുക്കറിയാം ഇതും റൂമറാണ് ഷാർലറ്റ് വേഴ്സസ് ജെയ്ഡ് കാർഗിലാണ് ഒരു ഫ്യൂഡ് വരാൻ പോകുന്നതെന്നാണ്. ഇതിനകത്ത് ഇപ്പോൾ അലക്സാ ബ്ലിസും ഇപ്പം ഷാർലറ്റും കൂടെ ഉള്ള ടാഗ് ടീമിനകത്ത് എങ്ങനെ ഒരു ഇത് വരും, അല്ലെങ്കിൽ ഇപ്പം ജെയ്ഡിന് ബീഫാബും വെച്ചിട്ടുണ്ട്. ആ കൂടെ ഇപ്പം എങ്ങനെയാണ് ഇത് ഇവരുടെ ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും, അലക്സാ ബ്ലിക്സ് ആ കൂടെ ഇനിയിപ്പം ടിഫനി ആണോ? അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടിഫനിക്ക് ഒരു സ്റ്റാൻഡ് ലോൺ ഫ്യൂഡ് ഇല്ലാതെ വരും. യുണൈറ്റഡ് ടൈറ്റിൽ പിക്ചർ മോശമായി പോകും. അപ്പം അതൊക്കെ നമുക്കിനിയിപ്പം സമ്മർസ്ലാമിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അത് ഡീൽ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാച്ചായിരുന്നു ട്രിക് വില്യംസിന്റെയും റിക്കി സെയിൻസിന്റെയും മാച്ച്. തുടങ്ങിയത് തന്നെയുള്ള ഒരു റിക്കി സംഗതി മാക്സിമം മാച്ച് കൊണ്ടുപോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. റിക്കി ആദ്യം തന്നെ റിക്കിയുടെ ഡൊമിനൻസ് കാണിച്ചു. സംഭവം ലില്ല ഹാച്ചിനെ അവിടുന്ന് റിങ്ങിന്റെ സൈഡിൽ നിന്ന് മാറ്റാനുള്ള പരിപാടിയൊക്കെ പുള്ളി കാണിച്ചു. എല്ലാം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ നമ്മൾ അറിയാമായിരുന്നു ട്രിക്കിന്റെയും ഇപ്പം ചാമ്പ്യൻഷിപ്പ് പോലും നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. ട്രിക്ക് റീറ്റെയിൻ ചെയ്തു. ട്രിക്കിന്റെ ഇപ്പം പ്രത്യേക ആ ഒരു വിധി വെച്ച് ട്രിക്കിന്റെ ഇപ്പൊ ചാമ്പ്യൻഷിപ്പ് പോലും നമുക്ക് അറിയായിരുന്നു. പക്ഷെ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കൂഡോസ് പറയാനുള്ളത് റിക്കി സെയിൻസിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ മാച്ചിൽ. റിക്കി നമുക്കറിയാം. റിക്കി ഇപ്പം അറിയാൻ മേലാത്തവർക്ക് പഴയ NWയിലും EWയിലും എല്ലാം ഉണ്ട്. റിക്കിയുടെ മാച്ചസ് എടുത്ത് നോക്കുമ്പോൾ റിക്കി ക്യാൻ ക്യാരി എ മാച്ച്. റിക്കി അത്ര ഒന്നും സ്കില്ലില്ലാത്ത ആളൊന്നുമില്ല. WWE ചിലപ്പം ഫാൻസിന് WWE മാത്രം കാണുന്നവർക്ക് റിക്കി ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. മെയിൻ റോസ്റ്ററിലോട്ട് വന്നപ്പോഴോ അല്ലെങ്കിൽ NXT വന്നപ്പോഴോ ഒക്കെ ആയിരിക്കും. ഹീസ് ദ റെവല്യൂഷൻ. ഹി ക്യാൻ ഡു സ്റ്റഫ്. അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. റിക്കിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിയാക്ഷൻ ആയിരുന്നു സത്യത്തിൽ സൗദിയിൽ ആ എൻട്രൻസ്. അത് നൈസായിരുന്നു. മാച്ചിനിടയിൽ ആൾക്കാർ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, വലിയ സൈലന്റ് ആയിരുന്നു, വലിയ ഒന്നുമില്ല. പക്ഷെ റിക്കിയുടെ എന്താ പൊട്ടൻഷ്യൽ ഇതായിപ്പോ മാറിപ്പോകും. എല്ലാരും കിടന്ന് ഉറങ്ങും, എന്തെങ്കിലും കാപ്പി കുടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഓടുക, അതൊക്കെയാണ് സൗദിയിൽ. അപ്പൊ അത് നമ്മൾ കൂടുതൽ എക്സ്പെക്ടും ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്. അതെ. പിന്നെ റിക്കിയുടെ സ്കിൽ വൈസ് നമ്മൾ ആ മാച്ചിൽ കാണാൻ പറ്റും. റിക്കി ശരിക്കും ആ മാച്ചിൽ എക്സൽ ചെയ്തത്, ട്രിക്കിനേക്കാളും കൂടുതൽ എക്സൽ ചെയ്തത്. എനിക്കൊന്ന് ട്രിക്കിന് ഇച്ചിരി റിംഗ് സ്കിൽസിൽ ഇച്ചിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് ഇച്ചിരി എക്സ്പ്ലോസീവ് മൂവ്സ് കാണും, അതിനപ്പുറത്തോട്ട് ഒത്തിരി അങ്ങോട്ട് ഇല്ല. അപ്പം അത് റിക്കി ആയിരിക്കണം അത് ആ മാച്ച് ക്യാരി ചെയ്യണത്. ആ രീതിയിൽ റിക്കി ചെയ്തു. ഒരു എന്നാ പറയുക, നോട്ട് സോ ലോങ് മാച്ചൊന്നുമല്ല, ഒരു മീഡിയം ഷോർട്ട് മാച്ച് വെച്ച് ഒരു സെറ്റ് ചെയ്ത് ലില്ലിയാട്ടിയുടെ ഇൻവോൾവ്മെൻറ്റും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു. അത് കുഴപ്പമില്ല. അത് ട്രിക്കിന് ആ ഒരു ഫ്യൂഡ് വേണം. ട്രിക്കിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൈറ്റിൽ റണ്ണിന് ഇങ്ങനെ ഒരു ഫ്യൂഡ് അത്യാവശ്യം. അതെ, തീർച്ചയായിട്ടും നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. പിന്നെ നമുക്കറിയാം ഇനി അടുത്ത മെയിൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലാമിനാണ്. നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, എത്ര മാച്ചസ് നമുക്ക് കണ്ടറിയാം. ഇതിനകത്ത് ഒത്തിരി മാച്ചസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ സമ്മർ സ്ലാം നല്ല ഇതായിട്ട് തന്നെ അവർ കൊണ്ടുപോകാൻ പറ്റും. നല്ലൊരു ഇവന്റ്ഫുൾ ആയിട്ടുള്ള സമ്മർ സ്ലാം ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതെ, അപ്പം 2 നൈറ്റ് ഇവന്റ് ആണ് സമ്മർ സ്ലാം. വേഴ്സസ് 2 ബ്രോക്ക് ഹോം ടൗൺ ആയ മിനിയാപോളിസ് മിനസോട്ടയിൽ. അപ്പം ഈ ഒരു ചെറിയ ഒരു ബിഗസ്റ്റ് ഇവന്റ് ഓഫ് ദ സമ്മർ എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ ഇവരുടെ ഇത് പുഷ് ചെയ്യുന്നത്. ഒരു റെസ്ൽമേനിയ കഴിഞ്ഞുള്ള അവരുടെ മെയിൻ മാർക്ക് ഇവന്റ്. അപ്പം അത്യാവശ്യം എല്ലാ ഫ്യൂഡും കൾമിനേറ്റ് ചെയ്യുമെന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ഫ്യൂഡ് അവിടെ തുടങ്ങും. അങ്ങനെയൊക്കെ എന്നാണല്ലോ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് റെസ്ൽമേനിയയ്ക്ക് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പയ്യെ പ്ലാൻ ചെയ്യും.
നമുക്ക് കാണാൻ സാധിക്കും. ഓഗസ്റ്റ് 1, 2 നമുക്ക് പയ്യെ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. തീർച്ചയായിട്ടും. അപ്പം കൂടുതൽ വിവരങ്ങളും കൂടുതൽ അപ്ഡേറ്റും ഒക്കെയായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.